4 ചിക്കൻ പീസ് 600. എന്താടാ ഇത്? എന്ത് പറ്റി സാർ? അങ്ങോട്ട് നോക്ക്. നിന്റെ ഭാര്യ എന്തിനാണ് വിളിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തിരിക്കുന്നത്? എന്നാ പിസ്സ ഡെലിവറിക്ക് കൂടെ കൊണ്ടുപോകും. അത് ഞാൻ നോക്കിക്കോളാം. എന്തിനാ ഇങ്ങോട്ട് വന്നേ? വീട്ടിൽ വെച്ചുള്ള ഉപദ്രവം പോരെ? ഹലോ ഹലോ സ്റ്റോപ്പ് ഇറ്റ്. ആ DCP വരാൻ പറഞ്ഞോണ്ടാ ഞാൻ വന്നത്. എന്തിനാണ് എപ്പോഴും DCP എന്ന് പറയുന്നത്? DCP സാറിനെ വിളിക്കേണ്ടത്. അദ്ദേഹം ഉള്ളതുകൊണ്ടല്ലേ നമ്മുടെ ലൈഫിനെ ഹാപ്പി ആയിട്ട് പോകുന്നത്. സാറിന് 100 ആയി സാർ. വാ സാർ ഇരിക്കെ. സാറിന്റെ കാര്യം ഞങ്ങൾ തന്നെ പറഞ്ഞോണ്ടിരുന്നത്. സാറിന് കഴിക്കാൻ പിസ്സ എടുക്കട്ടെ? പിസ്സ? നിങ്ങളോട് ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ പറയാൻ വേണ്ടി ഞാൻ വന്നത്. നിന്റെ ഡാഡിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് ഡൽഹിക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ചു. സാർ എന്തിനാ സാർ ഞങ്ങളെല്ലാം വിട്ട് ഇത്ര പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നത്? ഡോണ്ട് വറി മാൻ, ഡോണ്ട് വറി. ഞാൻ വേഗം ഇങ്ങ് തിരിച്ചു വരില്ലേ? ഞാൻ വരുന്നത് വരെ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. വെരി കെയർഫുൾ. എനി ടൈം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എനി ടൈം എനിക്ക് ഫോൺ ചെയ്യണം. എനി ടൈം. താൻ തിരിച്ചു വരുമ്പോഴേക്ക് എന്റെ 16 അടിയന്തരം വരെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഓക്കെ മൈ ബ്യൂട്ടിഫുൾ റോസസ്. യെസ്. ഓക്കെ സർ. ബൈ ബൈ ബൈ. മധു, ഞാൻ ആ വഴിക്കാ പോകുന്നത്. ക്യാൻ ഐ ഡ്രോപ്പ് യു? സാർ ബുദ്ധിമുട്ടുണ്ട, ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്തോളാം സാർ. ഓ ദാറ്റ് റൊമാൻസ്. ഗുഡ് ഗുഡ്. ഓക്കെ സാർ. ബൈ. എന്താ ഇതിന്റെ പേരിൽ നിനക്കെന്നെ ബൈക്കിൽ കൊണ്ടുപോകുന്നാണോ വിചാരം? നിന്റെ മോഹം അങ്ങ് മനസ്സിരിക്കട്ടെ മോളെ. ഓസിന് അങ്ങനെ AC കാറിൽ കയറി പോകാന്ന് കരുതിയല്ലേ? കാശ് കൊടുത്ത് ബസ്സിൽ കയറി പോടി മോളെ. മധു ഫീൽ ചെയ്തോ? അകത്ത് ചീഞ്ഞ പിസ്സ ഇരിപ്പുണ്ട്, എടുത്തോണ്ട് പോടി. ലേഡീസ് നമസ്തേ സാർ. സാർ എന്താ സാർ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞങ്ങൾ ആരാന്ന് നിങ്ങൾക്ക് അറിയോ? ഞങ്ങൾ സൂര്യനാരായണന്റെ ആൾക്കാരാ. ഓ അങ്ങനെയാണ്. ഇത് നിന്റെയൊക്കെ തന്ത സമ്പാദിച്ച സ്ഥലമാണെന്ന് ചെന്ന് പറയടാ അവനോട്. നമ്മുടെ കാന്തമ്മ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നല്ലോ. ഹായ് സോഫ. ടൈം എത്രയായി? 10:15 കാന്തമ്മ ഇതുവരെ കണ്ടില്ലല്ലോ. എവിടെ പോയി കിടക്കുന്നു? ഞാൻ വരുന്നത് വരെ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. വെരി കെയർഫുൾ. വാച്ച്മാൻ, മധുമതി എന്ന പേരുള്ള തേടി റെസ്റ്റോറന്റ് വന്നിരുന്നു. അങ്ങനെ ഒരാളിവിടെ വന്നിട്ടില്ലല്ലോ. ഇത്ര ലേറ്റ് ആയിട്ട് അവളെ കാണാനില്ലല്ലോ. ഇനി എവിടെ പോയോ എന്തോ. ആരാ? മധുമതി എവിടാ? നിങ്ങളാരാ? മര്യാദയ്ക്ക് മധുമതി എവിടെ ഉണ്ടെന്ന് പറയുന്ന നിനക്ക് നല്ലത്. ഇപ്പൊ മധു എവിടെയാന്ന് എനിക്കറിയില്ല. ഇനി അറിയാമെങ്കിലും പറയാൻ മനസ്സ് അറിയിക്കാൻ പറ്റുമോ? ഞങ്ങൾ നോക്കട്ടെ.
എവിടെ പോയി തിരക്കാനാ? മനസ്സിനൊരു സമാധാനവും കിട്ടുന്നില്ല. നീ എവിടെ പോയിരുന്നു? അത് നീ അറിയേണ്ട കാര്യമില്ല. അറിയണം. ഇത് വീടോ ലോഡ്ജോ? നിന്റെ ഇഷ്ടം പോലെ ഇറങ്ങി നടക്കാൻ ഞാൻ എത്ര ടെൻഷൻ അടിച്ചെന്ന് നിനക്കറിയോ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ച ആർക്കാന്റെ റെസ്പോൺസിബിലിറ്റി? നിന്റെ വീട്ടിലായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു? പറയടി, നിന്റെ വീട്ടിലായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു? പോരാഞ്ഞിട്ട് നിന്റെ അച്ഛൻ എന്നെ കൊല്ലാൻ വേണ്ടി റൗഡികളെ പറഞ്ഞു വിട്ടിരിക്കുന്നു. വേണ്ട, ഞാൻ ഈ തലവേദനത്തോട് തീർക്കാൻ പോവാ. ഇപ്പഴേ നിന്റെ അച്ഛനടുത്ത് നിന്ന് എനിക്ക് നിങ്ങളുടെ മോളുമായി യാതൊരു ബന്ധുവും ഞാൻ പറയാൻ പോവാ. അപ്പോഴേ നീ പഠിക്കും. പോകരുത്. പ്രിയയുടെ ചേട്ടന്റെ കയ്യില് എന്റെ ഫീസിന് വേണ്ടി സ്വർണം വിൽക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവര് വെയിറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ലേറ്റ് ആയത്. സോറി. ഇനി ഒരിക്കലും ഇങ്ങനൊന്നും ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. ഇനി ഞാൻ എങ്ങോട്ടാണെങ്കിലും പറഞ്ഞിട്ടേ പോവുള്ളൂ. പ്ലീസ് പ്ലീസ്. ഓക്കെ. താങ്ക്സ്. നാണമില്ലടാ ഇതൊന്ന് പറയാൻ. 10 പേരുണ്ടായിട്ട് ആ പീറച്ചെറുക്കനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ വന്നിരിക്കുന്നു. അവനെ കൊല്ലാതെ എന്റെ മുമ്പിൽ വന്നു പോകരുത്. നിക്കടാ അവിടെ. എന്താടാ ഇത്? ഇലക്ഷൻ ഇനി 1 മാസം പോലും ഇല്ല. ആ പയ്യൻ ഇപ്പോഴും എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ ഇമേജ് എന്താകും? നിങ്ങളകത്തേക്ക് പോ. നീ ഇപ്പോൾ അവനെ കൊല്ലിച്ചാൽ നീ തന്നെ കുടുങ്ങും. അത് നീ ജയിച്ചതിന് ശേഷമാണെങ്കിലോ ഏതെങ്കിലും അവന്മാരുടെ തലയെ വെച്ച് കെട്ടാം. അതുകൊണ്ട് ഈ സമയത്ത് നീ ആലോചിക്കേണ്ടത് ഇറങ്ങിപ്പോയ നിന്റെ മകളെ കുറിച്ചായിരിക്കരുത്, വരാൻ പോകുന്ന പദവിയെക്കുറിച്ചാ. നീ ഇലക്ഷനിൽ മാത്രം ശ്രദ്ധിക്കും. ഒരിടത്തും അവന്റെ ജാതി സമ്മേളനമായാലും ഇലക്ഷൻ സമ്മേളനമായാലും അതൊന്നും നടക്കാൻ പാടില്ല. പെർമിഷൻ കിട്ടാതെ എങ്ങനെയാ സാറേ നമ്മൾ ഇലക്ഷൻ മീറ്റിംഗ്? സൂര്യനാരായണ ആൾക്കാർ ആരെ കണ്ടാലും ഏതെങ്കിലും കേസിൽ കൊടുക്കിലൊക്കെ തെറ്റിയതേ. നമ്മുടെ ആൾക്കാരെല്ലാം പിടിച്ച് കള്ളക്കേസിൽ കൊടുക്കുക സാർ. സൂര്യനാരായണ, നിന്റെ കുടുംബം ഞാൻ കുളം തൊള്ളൂടാ. എങ്ങനെയാണ് അവൻ തിരിച്ചിവിടെ തന്നെ വന്നത്? അവൻ കേന്ദ്രമന്ത്രിയുടെ റെക്കമെൻഡേഷനാണ് സാറേ വീണ്ടും വന്നത്. അവന്റെ ഈ പോക്ക് കണ്ടിട്ട് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണെന്നാ തോന്നുന്നത്. മഹാലക്ഷ്മിയായ നമ്മുടെ മോൾ ഇറങ്ങി പോയതോടെ ഇപ്പൊ എന്ത് ചെയ്തിട്ട് ഒന്നും ശരിയാവുന്നില്ല അല്ലേ സാറേ? ആരാടാ മഹാലക്ഷ്മി? എനിക്ക് മാനക്കേട് ഉണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോയ മൂതേവി അവള്. ഇനി മേലിൽ ഇവിടെ ആരും ആ പേര് മിണ്ടിപ്പോകരുത്. അവളുടെ ഓർമ്മ പോലും ഇവിടെ ആർക്കും ഉണ്ടാവരുത്. അത് മനുഷ്യനായാലും ശരി, എന്റെ ചോറിനിട്ട് നന്ദികേട് കാണിക്കുന്ന ഏത് ജീവിയായാലും ശരി, തല്ലിക്കൊല്ലടാ അതിനെ. അയ്യോ എന്റെ ദൈവമേ, പപ്പി വേഗം പോ, വേഗം പോ, പോവാൻ. അയ്യോ അതിനെ ഒന്നും ചെയ്യലേടാ, എവിടെയാലും പൊക്കോട്ടെ. മോളെ മധു, അച്ഛമ്മേ, നിന്നോടുള്ള ദേഷ്യം കാരണം നിന്റെ അച്ഛൻ നമ്മുടെ പപ്പിയെയും കൊല്ലാൻ നോക്കിയടി മോളെ. ഇഷ്ടപ്പെട്ടോ? ഇതാണ് നമ്മുടെ വീട്. പേരിനൊരു കല്യാണം കഴിച്ചെങ്കിലും സ്റ്റിൽ ബാച്ചിലർ ലൈഫ്. ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. വല്ലതും നന്നാ വാങ്ങിച്ച് കഴിക്കരുത്. അഥവാ കഴിച്ചാൽ നിന്റെ കാര്യം പോക്ക. എന്താ നോക്ക്, അതാ നമ്മുടെ ബോർഡർ. അത് മാത്രം കടക്കരുത്. ഓക്കെ? നിനക്കൊരു പേര് വേണമല്ലോ. അപ്പുറത്തേക്ക് പോരുത്. അല്ല, ഈ പട്ടി തന്റെയാണോ? ലോറിക്കടി കയറിയതാ. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരിക. ലോറിക്കടിയിൽ കയറിയെന്നോ? അയ്യോ, എന്തായാലും പറ്റിയോ? ഈ കൈ ഇടിച്ചോടാ. ഓ, ഈശ്വരാ, നമ്മുടെ കൈ മുറിഞ്ഞിട്ട് ഒരു മൈൻഡും ഇല്ല. വർഗ സ്നേഹം കണ്ടില്ലേ? ബണ്ണി, ബണ്ണി. ഇവരെന്റെ ജീവന്. താങ്ക്സ് ബണ്ണി. ദൈവം ബണ്ണി അവിടെ എത്തിച്ചത്.